എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിലൊക്കെ ജോലി അവസരം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് അവസരമുണ്ട്. കേരളത്തിലും നിയമനമുണ്ട്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്കാണ് വേക്കൻസി ഉള്ളത്. അപ്രൻറ്റിസ് ആണ് തസ്തിക വരുന്നത്. കേരളത്തിലും നിയമനമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ക്യാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. വേക്കൻസി നോക്കാം. ടോട്ടൽ 7150 വേക്കൻസിയാണുള്ളത്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. കേരളം ആകെ വേക്കൻസി 403 വേക്കൻസിയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ SC 40, ST 4, OBC 108, EWS 40, അൺറിസർവ്ഡ് 211 ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. ഇത് കൂടാതെ PWBD കാറ്റഗറിക്കും വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ 403 വേക്കൻസിയാണുള്ളത്. ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കേരളത്തിൽ എവിടേക്കാണ് ട്രെയിനിങ് സീറ്റുകൾ വരുന്നതെന്ന് നോക്കാം. ഏതൊക്കെ ജില്ലയിലാണെന്ന് നോക്കാം. കേരളം തിരുവനന്തപുരം 78 സീറ്റുണ്ട്, കൊല്ലം 29, പത്തനംതിട്ട 21, ആലപ്പുഴ 23, കോട്ടയം 38, ഇടുക്കി 12, എറണാകുളം 60, തൃശ്ശൂർ 36, പാലക്കാട് 28, മലപ്പുറം 18, കോഴിക്കോട് 30, വയനാട് 5, കണ്ണൂർ 18, കാസർഗോഡ് 7 ഇങ്ങനെയാണ് സീറ്റ് അല്ലെങ്കിൽ വേക്കൻസി വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ അവസരം കിട്ടുന്നതായിരിക്കും. പ്രായപരിധി 20 തൊട്ട് 28 വയസ്സ് വരെയാണ്. അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സ് 2/4/1998 1/4/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതുകൂടാതെ ചില കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ട്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ട്രെയിനിങ് ഡ്യൂറേഷൻ 1 ഇയർ ആണ്. ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതായിരിക്കും. 15,000 രൂപയാണ് പെർ മന്ത് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. നിങ്ങൾ ഈ അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നീട് ബാങ്കിലേക്കുള്ള ജൂനിയർ അസോസിയേറ്റ് നിയമനമൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടുന്നതായിരിക്കും. അതാണ് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്താലുള്ള ഗുണം. ജൂനിയർ അസോസിയേറ്റ് പോസ്റ്റുകളിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും ഉണ്ട്. ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷാണ്. ഇതിൽ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ഒഴിച്ചുള്ള ബാക്കി സബ്ജക്ട്സ് മലയാളത്തിലും എഴുതാവുന്നതാണ് കേട്ടോ. മലയാളത്തിലും ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഏതൊക്കെ മീഡിയത്തിലാണ് എക്സാം വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമാണ്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്. ഇനി എക്സാം വരുന്നത് ജൂലൈ മാസത്തിലായിരിക്കും. ടെൻറ്റേറ്റീവ്ലി ജൂലൈയിലാകാനാണ് സാധ്യതയുള്ളത്. എക്സാം സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ സെൻറ്ററുകളുണ്ടായിരിക്കും. ഇതാണ് എക്സാം സെൻറ്റർ. ഈ ജില്ലകളിലൊക്കെയാണ് സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എവിടെ വേണമെന്നുള്ളത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അറിയാവുന്നതൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ 10ാം ക്ലാസ്സിലോ +2-നോ ഒക്കെ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് പോകേണ്ട ആവശ്യമില്ല. മലയാളം പഠിക്കാത്തവർക്കാണ് ഈ ടെസ്റ്റിൻ്റെ ആവശ്യമുള്ളത്. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതാണ്. പിന്നെ സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS ആണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC, ST, PWBDക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല.
ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. nstcindia.org/apprenticeship അല്ലെങ്കിൽ apprenticeshipindia.org അല്ലെങ്കിൽ bfsissc.com അല്ലെങ്കിൽ spi.bank.in/careers or spi.co.in/careers. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. അവിടെ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഡോക്യുമെൻസും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എക്സാമിൻ്റെ കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഒറിജിനൽ ID കാർഡ് കൊണ്ടുപോകാനായിട്ട് മറന്നു പോകരുത്. ഒറിജിനലും വേണം, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും വേണം. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലും അവസരമുണ്ട്, എല്ലാ ജില്ലയിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.